ഇപ്രാവശ്യം ഓണത്തിന് ഞാനും ആദർശനും കൂടിയിട്ട് വടക്കുന്നാഥൻ അമ്പലത്തിക്കായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാതെയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ നമ്മുടെ വടക്കുന്നാഥനും അതുപോലെ തന്നെ ഗുരുവായൂരും. ഈ രണ്ടമ്പലും എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാനും ആദർശനും ഒരു 8:15 ആകുമ്പോഴത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി നന്നായി പ്രാർത്ഥിച്ചു. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ അല്ല നമ്മൾ കല്യാണത്തിന് മുന്നേ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര നോസ്റ്റുമായിരുന്നു. ഞാനും ആദർശനും ഇവിടേക്ക് കല്യാണത്തിന് മുന്നേ ഒക്കെ ഇവിടെ തൊഴാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നോസ്റ്റു അടിച്ചു കേട്ടോ. പിന്നെ പൂക്കളത്തിന്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ കൊടുത്തു. നോർമൽ വലിപ്പമുള്ള 2 പൂക്കളായിട്ട് ഞങ്ങൾ കണ്ടത്. പിന്നെ ഏത് സൈഡിലാന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല കേട്ടോ. തൊഴുത് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു 4 മണിക്ക് ആകുമ്പോൾ നമ്മുടെ അങ്കത്തെട്ട് പാലത്തിന്റെ അവിടെ പരിപാടികൾ ഉണ്ടാവും. തിരുവാതിരക്കളി പിന്നെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ തേജപ്പനൊക്കെ മിഠായി പറക്കണയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ചേച്ചി ഇതൊക്കെ കസാരക്കളി ഇവള് ഒട്ടുമിക്ക ഇതിലും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ കുറേ നേരം ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ ഒരുപാട് വട്ടം ഓടിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ നൈസായിട്ട് തല കറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്താണ് നമ്മുടെ അച്ചുവാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓടി 2 പേരും സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരാൾക്കെല്ലാം എന്തായാലും ജയിക്കാൻ പറ്റുള്ളൂ. എന്നാലും എല്ലാവരും ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് 2 പേരും നടന്നു വരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ വടംവലിക്ക് അമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ വലിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ചേച്ചി അമ്മയുടെ ഓപ്പോസിറ്റ് ടീം ആയിരുന്നു കേട്ടോ. പക്ഷെ അമ്മയുടെ ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈം എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അടുത്തത് ഇതേ ബോയ്സിന്റെ ആണ് കേട്ടോ. അപ്പൊ അച്ഛനും വിനീഷേട്ടനൊക്കെയാണ് ഒരു ടീം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഇവരുടെ ടീമാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനത്തെ സമ്മാനദാനത്തിലേക്ക് എത്തി കേട്ടോ. അമ്മയും മാളും അച്ചു അവരൊക്കെ ഒരു ടീമായിരുന്നു കേട്ടോ വടംവലിക്കുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ഇതേ മെഡലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആദർശേട്ടനൊക്കെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ അച്ഛനെ വിനീഷേട്ടനെ അവർക്കും ഉണ്ടായിരുന്നു മെഡല്. അപ്പോഴും അതെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അച്ഛനൊക്കെ ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് വടംവലിക്കൊക്കെ കാണുന്നത്. അങ്ങനെ തേജാപ്പിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം തീർത്തു കൊടുത്തു കേട്ടോ. അച്ഛൻ്റെയും വിനീഷേട്ടൻ്റെയും അമ്മയുടെയും ഒക്കെ മെഡല് തേജാപ്പിക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മത്സരം നടക്കുമ്പോൾ അതിൽ ആരാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ലേ. അത് വീഡിയോസ് സഹിതം എടുത്ത് കാണിച്ചു കൊടുത്തതിന് ഇവൾക്കും കിട്ടിയിട്ടൊരു ട്രോഫി. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വീഡിയോസ് എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.